ഹലോ ഹായ് അസ്സലാമലൈക്കും, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇവിടെ ഒരു 5:15 ആകുമ്പോഴത്തേക്ക് നിസ്കാരം തുടങ്ങും. അപ്പോൾ ഒരു 4:15 അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ വിൻഡോ തുറന്നാലുള്ള വ്യൂ ആണിത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അപ്പുറത്തെ അറബി വീട് കാണും, അതാണ് ഇവിടുത്തെ വ്യൂ. അപ്പം നമ്മൾ എണീച്ച് ഫുഡൊക്കെ ആക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നതിനാൽ ലേറ്റ് ആവും എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഹലീം വന്നിട്ട്, ഹലീമും മന്തിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പിന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. നാട്ടിലാണെങ്കിൽ എല്ലാം ആക്കി കുറേ ആൾക്കാരും അങ്ങനെ ഫാമിലിയും എല്ലാവരും വീട്ടിലോട്ട് വരും. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ് വരുന്നത്. ഒരു ലോങ് ഷർട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഇതുപോലെ ഒരു ലാവൻഡർ കളർ ഡ്രസ്സ് എടുക്കണമെന്ന്. എനിക്ക് എവിടെ പോയാലും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടലില്ല. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക, ആദ്യം എടുക്കാനൊരു മോഡലൊക്കെ നമ്മൾ ഉദ്ദേശിക്കൂലേ, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഒരു ഷർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം. പിന്നുള്ളത് അത്ര അങ്ങനെ യൂസ് ചെയ്യില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിക്കാട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. ഇവിടെ എത്തിയപ്പോൾ മെഹറ ഭയങ്കര കരച്ചിൽ, എനിക്ക് ചോക്ലേറ്റ് വേണം, അത് വേണം. ഇവിടെ എത്തിയാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ കയറി ഇറങ്ങിയാലേ ഒക്കെ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഈ നട്ടപ്പൊരുന്ന വെയിലത്ത് ഫോട്ടോ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കുക എന്നിട്ടാ. ഇവിടെ കാണാനൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. എത്ര ഫോട്ടോ എടുത്താലും ഓരോ സ്ഥലവും ഓരോ സ്ഥലവും ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഏത് ഭാഗം നിന്നാലും വേറെ വേറെ സ്ഥലം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ കൂളായിട്ട് നടന്ന് പോകുന്നുണ്ട്. വാങ്ങിക്കൊടുത്താലും നമുക്ക് ഒന്നും മതിയാവില്ല. അപ്പം ഇതാ പിന്നെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരത്തുനിന്ന് വിട്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് മനാമയിലേക്കാണ് കേട്ടോ. അവിടെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും ബ്രദറും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ അവിടത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വന്നത് ബഹ്റൈൻ ബേയിലേക്കാണ് വന്നത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. പാർക്കിംഗ് ഫീ വരുന്നത് അരമണിക്കൂറിലേക്ക് 500 ഫിൽസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് കേട്ടോ അവരുള്ളത്. എൻ്റെ ഫസ്റ്റത്തെ ബ്രദറും വൈഫാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് വന്നു. ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിന്. പിന്നെ ഏകദേശം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഫോട്ടോ ഒക്കെ ദൂരത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ട് കുത്തി തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ നേരെ കുറച്ച് ലേറ്റ് ആവാൻ നിന്നിട്ടില്ല, നേരെ അവരുള്ളിടത്തേക്ക് പോയി. നല്ല രസമുണ്ടായിന് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ടായിന്, നല്ല ആൾക്കാരുണ്ടായിന്. പെരുന്നാളായതുകൊണ്ട് തന്നെ കൂടുതൽ കുറേ ആൾക്കാരുണ്ടായിന് കേട്ടോ. അധികം നമ്മൾ ക്രൗഡില്ലാത്ത ഒരു ടൈമാണ് പോക്ക്. ഇന്ന് നല്ല ആൾക്കാരുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാണ് മെഹറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇവളെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ വേറെ ആരും വേണ്ട. വേറെ ആരും എന്ന് വെച്ചാൽ ആരും ഓള് വേണ്ട, ഓള് മാത്രം മതി. ഓള് പറയുന്നതേ കേൾക്കൂ, ഓള് പറയുന്നതേ ചെയ്യൂ. അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ മെഹറാക്ക്. അപ്പോൾ അവരെ കിട്ടിയപ്പോൾ അവൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, ബാക്കിലേക്ക് പോകുന്നുണ്ട് കളിക്കാൻ. അവരെ പിന്നെ പിടിച്ചാൽ പോലും കിട്ടൂല.
അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് ഡിൽമോനിയ മാളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു അക്വേറിയം ഉണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടതാണ് കേട്ടോ. അപ്പം സിസ്റ്റേഴ്സിനും അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഷവർമ അയച്ചിട്ടുണ്ടായിന്. ഈ ഷവർമ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഇതൊരു വേറെന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു ഷവർമയാണ് വരുന്നത്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആ മാളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു അക്വേറിയം ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ, നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഫോട്ടോ ആണല്ലോ നമുക്കറിയാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ആ മാളിൽ. അപ്പോൾ അവിടത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്പോട്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ പറയുക, ഫുൾ ആൾക്കാരാണ് കേട്ടോ ഉണ്ടായിന്. നമ്മൾ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിന്, അന്നേരം ആരും ഉണ്ടായിരിക്കില്ല, എന്താ പറയുക, കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റീന് കേട്ടോ. ഇതിങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സും സംഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. വലിയ ആൾക്കും കളിക്കാൻ പറ്റും, ഒരുപാടുണ്ട്. മെഹറി, വൽഫിൻ, നെഫ്സൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിന്. പിന്നെ കൂടുതൽ ടൈം നമ്മൾ ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ടായത്. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ നേരെ റൂമിലേക്ക് പോവാണ്. ടൈം ഇപ്പം ഒരുപാടായിട്ടുണ്ട്, 12 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ റൂമിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഫുൾ ടയേർഡായിട്ടുണ്ടായിന്. ഇപ്പോൾ ഇരുന്ന വഴിക്ക് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, അത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ ഇത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ഇനിയും വരാം.